ബാക്ക് ടു സൈലം ലേണിംഗ്. അനുജ മിസ് ആണ്. അപ്പോൾ മക്കളെ, നമ്മുടെ എക്സാം ഇതാ ഇങ്ങ് എത്തിപ്പോലെ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ അറബിക് അല്ലെങ്കിൽ സംസ്കൃതമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പബ്ലിക് ലൈവുകൾ നമ്മുടെ ചാനലിലുണ്ടായിരിക്കും. എല്ലാ മക്കളും കാണണം. പക്ഷേ അതിന് ശേഷം ഇതാ നമ്മുടെ ശനി ഞായറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ എക്സാം എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ 1, ഇൻ്റഗ്രേഷൻ 2, ഇൻ്റഗ്രേഷൻ 3 എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സിന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നൊക്കെ നമ്മളിതാ പല ലൈവ് ക്ലാസ്സുകളിലൂടെ നമ്മൾ കാണുവാണ്. അപ്പോൾ എനിവേ ഇന്ന് മിസ് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ മിസ് ഏറ്റവും അവസാനം ഒരു ചോദ്യം ചെയ്തിട്ട് മക്കളോട് പറഞ്ഞായിരുന്നു ഇതിൻ്റെ ആൻസർ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം. ഇതിൻ്റെ ആൻസറുമായിട്ട് മിസ് ഇതാ ഇന്ന് കൃത്യസമയത്ത് വരുമെന്ന്. അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ ആൻസറാണ് നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നമ്മുടെ ചോദ്യം ഇതായിരുന്നു: സഞ്ചാര രീതികൾക്കനുസരിച്ച് ജീവികളെ തരംതിരിക്കുക. അപ്പോൾ കുറേ ജീവികളുടെ പേരുകൾ മക്കൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഒരു ബോക്സിലാക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയുണ്ട് മക്കളെ? യെസ്, മീനുണ്ട്, ഒച്ചുണ്ട്, പൂമ്പാറ്റ, ഉറുമ്പ്, അതുപോലെ ഓന്ത്, പുൽച്ചാടി, താറാവ്, മനുഷ്യൻ, പല്ലി, കോഴി, പ്രാവ്. അപ്പോൾ ഇവരെ നമ്മൾ അവരുടെ സഞ്ചാര രീതിക്ക് അനുസരിച്ച് തരംതിരിക്കണം. എങ്ങനെയൊക്കെ തരംതിരിക്കാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഏറ്റവും ആദ്യം ഇതാ പറയുന്നുണ്ട്, നീന്തുന്നവ ഏതൊക്കെയാണ്? ഇവരിൽ നീന്തുന്നവ ആരൊക്കെയാണ്? ഇഴയുന്നവ ആരൊക്കെയാണ്? പറക്കുന്നവ ആരൊക്കെയാണ്? നടക്കുന്നവ ആരൊക്കെയാണ്? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തരാതെ, അതായത് ജസ്റ്റ് സഞ്ചാര രീതിക്ക് അനുസരിച്ച് അവയെ തരംതിരിക്കുക എന്ന് മാത്രം പറഞ്ഞെങ്കിൽ പോലും മക്കൾ അപ്പോൾ ആലോചിക്കണം എങ്ങനെയൊക്കെയാണ് നമ്മൾ തരംതിരിക്കേണ്ടത്. ഒന്ന്, നീന്തുന്നവർ ആരൊക്കെയാണ്? ഇഴയുന്നവർ ആരൊക്കെയാണ്? പറക്കുന്നവർ ആരൊക്കെയാണ്? അതുപോലെ നടക്കുന്നവർ ആരൊക്കെയാണ്? അപ്പം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് വേഗം ആൻസർ കണ്ടുപിടിക്കണം അല്ലേ. ഏറ്റവും ആദ്യം നമുക്ക് മീൻ എടുക്കാം. മീനെന്ന് പറയുന്നത് നീന്തുന്നതാണ്, വെള്ളത്തിൽ നീന്തുന്നയാളാണ്. ഇനി ഒച്ച ഇഴയുന്നയാളാണ്. ഇനി അതേസമയം പൂമ്പാറ്റ പറക്കുന്ന ആളാണ്. ഉറുമ്പെന്ന് പറയുന്നത് എന്താണ്? നടക്കും. അതുപോലെ ഓന്ത് എന്ന് പറയുന്നത് ഇഴയുന്നയാളാണ് കേട്ടോ. ഈ ഓന്തിനെ നമ്മൾ ഉരകങ്ങളുടെ വർഗ്ഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇഴയുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ ഓന്ത് പറയുന്നത്. ഇനി പുൽച്ചാടി പറക്കുന്നയാളാണ്. താറാവ് നീന്തും. അതുപോലെ മനുഷ്യൻ എന്താണ്? നടക്കുന്നയാളാണ്. അതുപോലെ പല്ലി പറയുമ്പോഴും നിങ്ങൾ ആലോചിക്കുക, പല്ലിയും ഉരകത്തിന്റെ വർഗ്ഗത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. അതും നമ്മൾ എന്താണ്? ഇഴയുന്നവരുടെ കൂട്ടത്തിലാണ് കൂട്ടുന്നത്. പിന്നെ കോഴി നടക്കുന്നതാണ്. അതുപോലെ പ്രാവ് പറക്കുന്നതാണ്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ ഇതാ മിസ് തന്നിട്ടുണ്ട്. ഇതാ നീന്തുന്നവർ ആരൊക്കെയാണ് എന്നിവിടെ വളരെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇഴയുന്നവർ ആരൊക്കെയാണ്? ഒച്ച, പാമ്പ്, പല്ലി, ഓന്ത്, അരണം. ഇനി അതുപോലെ തന്നെ പറക്കുന്നവർ കുറേ എക്സാമ്പിൾ: കാക്ക, തത്ത, പ്രാവ്, അതുപോലെ പാറ്റ, പുൽച്ചാടി, പൂമ്പാറ്റ. ഇനി അടുത്തതായിട്ട് നടക്കുന്നവർ കുറേ എക്സാമ്പിൾ: ഇതാ ഉറുമ്പ്, മനുഷ്യൻ, ആമ, കുറുക്കൻ, ചെന്നായ, മുയൽ, കോഴി. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുമ്പം സഞ്ചാര രീതിക്ക് അനുസരിച്ച് മക്കൾ എന്ത് ചെയ്യുക? അതിനെ ഇങ്ങനെ തരംതിരിക്കാനായിട്ട് പഠിക്കാം. ഇനി അടുത്ത ചോദ്യം ഇതാണ്: ചിത്രത്തിലെ പൊതുവിടങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവ തിരിച്ചറിഞ്ഞ് പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം അല്ലേ. ഏറ്റവും ആദ്യത്തെ ഈ ഒരു സ്ഥലം ഏതായിരിക്കും? ഇതാണ് കാത്തിരിപ്പ് കേന്ദ്രം അല്ലെ. ഇതാണ് കാത്തിരിപ്പ് കേന്ദ്രം. യെസ്. അതുപോലെ തന്നെ അടുത്ത ഒരു എക്സാമ്പിൾ, ഒരു ചിത്രം ഇവിടെ തരുന്നുണ്ട്. ഇതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ. വെരി ഗുഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ. യെസ്. ഇനി അടുത്ത ചിത്രം എന്താണ് മക്കളെ? ഇത് പെട്ടെന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാലേ, ഇത് വായനശാലയാണ്. വായനശാല. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ചിത്രം ഇവിടെ തരുന്നുണ്ട്. ഇതാണ് മക്കളെ ഒരു കുളം. ഓക്കെ. അപ്പോൾ ഈ ഒരു ചിത്രങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് മക്കളെ എന്ത് ചെയ്യുക? ഇതിൻ്റെ ആൻസറും നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ചോദ്യങ്ങളും ഇനി വരാൻ പോകുന്ന ലൈവിലും കഴിഞ്ഞിട്ടുള്ള ലൈവിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ അക്ഷരത്തെറ്റില്ലാതെ കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി പഠിക്കുക. പിന്നെ എക്സാമിന് പോകുന്ന സമയത്ത് പെൻസിലും കൊണ്ടുപോകണം. അങ്ങനെ പോയാൽ നമുക്ക് എല്ലാവർക്കും നല്ല മാർക്ക് ഫുൾ സെറ്റായിട്ട് നമുക്ക് ഷുവറായിട്ട് ഉറപ്പിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.